നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിലെ വെടിനിർത്തലൊക്കെ പാളുകയാണ്. ഗസയിലേക്ക് നേരിട്ട് യുദ്ധത്തിനിറങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. ഫലസ്തീനെ മാത്രമല്ല, ഈജിപ്ത്, സിറിയ, ഇറാൻ ഉൾപ്പെടെ 6 ഇസ്ലാമിക രാജ്യങ്ങളെയും ട്രംപ് വകവരുത്തും എന്ന ആശങ്ക ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കുണ്ട്. ഗസയിൽ മുഴുവൻ ഫലസ്തീനികളെയും നാടുകടത്തുമെന്നും അവരെ ഈജിപ്തും ജോർദാനും ഏറ്റെടുക്കണമെന്നുമാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഗസയിലെ കുടിയൊഴിപ്പിക്കൽ നടപടി നടപ്പില്ല എന്ന് ഉടനടി തന്നെ ഹമാസും ഹിസ്ബുള്ളയും പ്രസ്താവന ഇറക്കിയിരുന്നു. വെടിനിർത്തലിനെ തുടർന്ന് അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് മടങ്ങിയെത്തിയ ഫലസ്തീനികൾ ഇതോടെ വീടും കൂടും ഭക്ഷണവുമില്ലാതെ പെരുവഴിയിലായിരിക്കുകയാണ്. ഗാസയിൽ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്ത കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും ഈ ബോംബുകളുടെ അവശിഷ്ടങ്ങളും നീക്കം ചെയ്ത് ഗസ വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന ഫലസ്തീനികളെ കളിയാക്കുന്നതിന് തുല്യമാണ്. വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ട്രംപിന്റെ വിവാദപരമായ പ്രഖ്യാപനം. ഗസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട 2ാം ഘട്ട ചർച്ച കഴിഞ്ഞ ദിവസം ആരംഭിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം പുറത്തുവന്നിരിക്കുന്നത്. പ്രദേശത്തെ എല്ലാ ആയുധങ്ങളും ബോംബുകളും നിർവീര്യമാക്കി സാമ്പത്തികപരമായി ഈ അമേരിക്ക ഗസയെ സഹായിക്കുമെന്നടക്കം പറയുകയാണ്. മധ്യപൂർവ്വ ഏഷ്യയുടെ കടൽത്തീര സുഖവാസ കേന്ദ്രമാക്കി ഗാസയെ മാറ്റിയെടുക്കുമെന്നും ഗാസയുടെ സുരക്ഷയ്ക്കായി സൈനികരെ അവിടേക്ക് അയക്കേണ്ടി വന്നാൽ അതും ചെയ്യുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗാസയിൽ നിലവിലുള്ള ഫലസ്തീനുകാർ അവിടം വിട്ട ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എന്നും ട്രംപ് തുറന്നടിച്ചു. ട്രംപിന്റെ തീരുമാനം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണെന്നും അദ്ദേഹം എപ്പോഴും ചട്ടക്കൂടുകൾക്ക് പുറത്ത് ചിന്തിക്കുന്ന വ്യക്തിയാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. US പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റതിനു ശേഷം ആദ്യമായി USലെത്തിയ വിദേശ നേതാവ് കൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. ഹമാസിന്റെ തടങ്കലിലുള്ള ബാക്കിയുള്ള ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കാനിരിക്കെയാണ് വിവാദ പ്രസ്താവന പുറത്തുവരുന്നത്. ബന്ദികളിൽ ഒരു അമേരിക്കൻ പൗരനുമുണ്ട്. ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം ഈ നീക്കങ്ങളെയെല്ലാം പൂർണ്ണമായും തകർക്കുമെന്ന ആശങ്കയും ഉയരുന്നു. ഇസ്രായേൽ ഹമാസ് സംഘർഷം ഗാസയെ വാസയോഗ്യമല്ലാതാക്കിയെന്നും മേഖലയിൽ നിന്ന് ഫലസ്തീൻ ജനത ഒഴിഞ്ഞു പോകണമെന്നുമാണ് ട്രംപിന്റെ ഉത്തരവ്. പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നടങ്കം ഈ നീക്കത്തെ ചെറുക്കുന്നു എന്നാണ് അമേരിക്ക നേരിട്ടിറങ്ങുന്ന 2ാം യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കും. ഇന്നത്തെ നിലയിൽ ഗാസയ്ക്ക് സ്ഥിരമായ ഭാവിയില്ല എന്നും യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ ആർക്കും നിലവിൽ താമസിക്കാൻ കഴിയില്ല എന്നുമാണ് ട്രംപ് പറയുന്നത്.